എന്നിട്ട് ചിലർ വെളുത്തുള്ളി ചതച്ചിട്ടിടും, പാമ്പ് പൊക്കോളും, മണ്ണെണ്ണ തൂത്താ മതി ഇവിടെ എല്ലാം പാമ്പ് പൊയ്ക്കോളും എന്നെല്ലാം വീടുകളിൽ സാധാരണയായിട്ട് പറയുന്നതെന്ന്. അതിന് വെളുത്തുള്ളി ചെടി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, ചിലർ വീടുകളിൽ അത് വളർത്തും, ഇത് വളർത്തി കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്ന് പറയുന്നത്. അതൊക്കെ ഒരു കാര്യമുണ്ട്, പാമ്പിന് കണ്ണുണ്ട്, കാഴ്ചയില്ല. എക്സ്ട്രാ നെഗറ്റീവ് ഏതോ ഷാഡോ ഏതോ നേരിട്ട് മാത്രമേ കാണാൻ പറ്റൂ. മൂക്കുണ്ട്, സ്മെല്ലെടുക്കാൻ കഴിയില്ല. ബ്രീത്ത് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, പുറത്തേക്ക് വായി കൂടിയ മൂക്കിന് ശ്വാസം എടുക്കും, അതിന് മാത്രമേ അത് കഴിയൂ. ചെവിയുണ്ട്, തൊലി കൊണ്ട് മുടിക്കുന്നു, കേൾക്കാൻ കഴിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ജേക്കബ് ഓർഗൻ, സെൻസിങ് ഓർഗൻ, അത് ടങ്കാണ് മെസ്സേജ് കൊടുക്കുന്നത്. അതിനാണ് നാക്ക് പുറത്തേക്ക് മണം എടുക്കുക, ചെടിയുടെ ഗന്ധം എടുക്കാൻ കഴിയില്ല. വെളുത്തുള്ളി നല്ലതാണ്, പാമ്പ് വരാതിരിക്കാൻ അല്ല. വയറ്റിൽ മറ്റേ ഗ്യാസൊക്കെ ഉള്ളവർക്ക് 2 കഴിച്ചിരുന്ന രാത്രി ഗ്യാസ് പോയി കിട്ടും, അല്ല പാമ്പോട്ട് യാതൊരു ബന്ധമില്ല. ഇതൊക്കെ ചുമ്മാ പിന്നെ പണ്ട് ശരിയായിരിക്കാം. പണ്ട് കാലത്ത് അറിയാലോ, ഇപ്പോൾ വീട്ടിൻ്റെ പുറകിലും അമ്മിയിൽ വെച്ച് ചമ്മന്തി അരച്ചുകൊണ്ട് അങ്ങനെ മൊത്തം ചെന്ന സമയത്ത് താഴെ കൂടെ അങ്ങോട്ട് ചേര പോയി. അപ്പോഴും വെളുത്തുള്ളിയാണ് ചതച്ചത്. ഇതിന് വെള്ളത്തിൽ വാരി കലക്കിയിട്ട് പൊക്കി ഒഴിച്ചു കൊടുത്തു. ഈ പൊക്കത്തിൽ നിന്ന് വെള്ളം വന്ന് വന്നപ്പോൾ ചേര കടിച്ചു, അത് സ്പീഡിലങ്ങ് പോയി. ഉടനെ അന്നോട്ട് വെളുത്തുള്ളി പ്രായമായി. ഇനി നിസ്സാരം ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ സന്ധ്യ ആകുമ്പോൾ ഒരു ചെടിയുടെ മണം, ഒരു കപ്പ പുഴുങ്ങുന്ന മണം അനുഭവം നടക്കുമ്പോഴും. അപ്പൊ നമ്മുടെ മുത്തശ്ശിയാർ പറയുന്നത് പാമ്പ്. അത് പാമ്പിന് പേരുമുണ്ട്, ചേനത്തണ്ടൻ, അണലി, വട്ടക്കൂറ, വായി തുറന്നിരിക്കുന്നു. പിന്നെ കേരളത്തിൽ അണലിയെല്ലാം വാച്ചിട്ടിരിക്കില്ല, 6 മണിയാകുമ്പോൾ ഒന്ന് വായും തുറന്നിരിക്കാനായി. എന്തൊക്കെ പൊട്ടതുള്ള പണ്ടത്തെ മുത്തശ്ശേർ തള്ളി വെച്ചിരിക്കുന്നത്. അത് പാമ്പ് നല്ലതാണ്, പാമ്പിന്റെ മണമല്ല. അതൊരു ചെടി, പാടത്താളി എന്നറിയപ്പെടുന്ന ഒരു ഔഷധ പുൽച്ചെടി. തലയിൽ താരൻ വരുമ്പോൾ തേക്കുന്നതല്ല, ചെറിയ പുല്ലാണ്, ചെടിയാണ്. കടുവിൻ്റെ അതിനുള്ള പൂവാണ്, കായാണ്. 4 മണിയാകുമ്പോൾ പൊട്ടി തുടങ്ങും, 6 മണിയാകുമ്പോൾ പൂർണ്ണമായിട്ട് ഇല്ലാതെ സന്ധ്യയ്ക്ക് മണം അനുഭവപ്പെടുന്നു. പണ്ട് കാലത്ത് നമുക്ക് അനിവാര്യമാണ്. പിന്നെ ഇന്നത്തെ പെൺമക്കളെക്കാളും പറഞ്ഞാൽ കേൾക്കാത്ത പെൺമക്കളായിരുന്നു പണ്ട്. നങ്ങേലിയുടെ ജീവചരിത്രം വായിച്ചിട്ടുണ്ടോ? അമ്മയച്ഛനും പറഞ്ഞാൽ കേൾക്കത്തില്ല. ഉണ്ണിയാർച്ച എന്താണ്? അമ്മയച്ഛനും പറഞ്ഞാൽ കേൾക്കുക. അവർ രാത്രിയാകുമ്പോൾ ഒരു ഉറുമയെടുത്ത് കെട്ടിക്കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സഞ്ചരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പെൺമക്കളെ അന്ന് ഇങ്ങനെ അല്ലാത്ത പെൺമക്കളെയും രാത്രി കാലങ്ങളിൽ അനാവശ്യമായ കാര്യങ്ങൾക്ക് വീട്ടിൻ്റെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നൊരു കഥ മാത്രമായിരുന്നു ഇത്. അന്ന് ഇത് അനിവാര്യമായിരുന്നു. അന്ന് ലൈറ്റില്ല, ഒന്നുമില്ല. അപ്പോൾ അന്ന് ഇവരെ പ്രൊട്ടക്ട് ചെയ്തേ മാർഗമുള്ളൂ, വേറെ മാർഗ്ഗമൊന്നുമില്ല. വേറെ 5 എണ്ണം എന്ന് പറഞ്ഞാലും നിക്കർ പോലീസ് എന്ന് പറഞ്ഞാലും അവർക്കൊന്നും ഒരു മാനമില്ല. അവർക്ക് ഇതേ ഉള്ളൂ, പാമ്പിനെ പേടിയുള്ളൊരു കാര്യം. അന്നത്തെ കഥ അതാണല്ലോ. ഇപ്പം നമ്മൾ കഥകളുടെ പുറകെയാണ് സഞ്ചരിക്കുന്നില്ല, കഥകളുടെ പുറകെ, യാഥാർത്ഥ്യത്തിലേക്കല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, അപ്പോൾ ഇപ്പം നമുക്ക് തൃശ്ശൂരത്തെ കേസ്, തൃശ്ശൂർ മോൻ പാമ്പ് കടിയിട്ട് മരണപ്പെട്ടു, ശംഖുവരൻ പാമ്പ് കടിയിട്ട് മരണപ്പെട്ടു. ഈ പാമ്പ് എവിടെ നിന്ന് വന്നു, പിന്നെ അങ്ങോട്ട് വാർത്തകളായി. എങ്ങനെയാണ് മരിച്ചതെന്നോ എന്തുകൊണ്ടാണ് മരിച്ചതെന്നോ. ഇപ്പം നമുക്ക് ചെറിയങ്കരുത്ത് മോനെ പാമ്പ് കടിയേറ്റ സമയത്ത് മോൻ പറഞ്ഞപ്പോഴാണ് അവരറിയും. 2:30 മണിയായി, രാത്രി 2:30 മണി. എത്ര മിനിറ്റ് മുന്നേ കടിച്ചെന്ന് അവർക്കറിയില്ല. ചിലപ്പോൾ മോൻ കൊതു കടിച്ച് കുറേ നേരം ഡിലേ ആയി കാണും. അത് കഴിഞ്ഞായിരിക്കും പറഞ്ഞത്. അത് കഴിഞ്ഞ് മോനെ എടുത്തുകൊണ്ട് പോയത് ബൈക്കിലാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഒരു കാരണവശാലും പാമ്പ് കടിയേറ്റാൽ ബൈക്കിലോ കൊണ്ടുപോകാൻ പാടില്ല. രണ്ടാമത്, ഈ കോട്ടയം ജില്ലയിൽ ഒരു അമ്മയ്ക്ക് ഒരു കൊച്ചുകുട്ടി അന്ന് എനിക്ക് ഒരു 3 വർഷം, 6 വയസ്സുള്ളൊരു മോനെ 7 വയസ്സുള്ള മോക്ക് പാമ്പ് കടിയേറ്റു. അമ്മ മേളിൽ നിന്ന് മോനെ എടുത്തുകൊണ്ട് വരുമ്പോൾ എന്താ സംഭവിക്കാം? അവരും കുലുങ്ങുന്നു, മോനും കുലുങ്ങുന്നു. അപ്പോൾ എല്ലാം സർക്കുലേറ്റ്, കടിച്ച വിഷം ബോഡി മരിച്ചുപോയി. ഒരിക്കലും അത് നിങ്ങൾ ചെയ്യരുത്. കുട്ടിക്കോ നിങ്ങൾ ആർക്ക് പാമ്പ് കടിയിട്ടിലും, നിങ്ങൾ ചില ആൾക്കാരൊക്കെ ഞാൻ മസിൽമാനല്ല എടുത്തുകൊണ്ട് ഓടാൻ തുടങ്ങി. ഒരിക്കലും ചെയ്യരുത്. പാമ്പ് കടിയിട്ട ഒരാളിനെ എടുത്തുകൊണ്ട് ഓടാനോ നടക്കാനോ പാടില്ല. അദ്ദേഹത്തിന് അവിടെ പിടിച്ചിരുത്തുക. തോളിലിടുന്ന ഒരു വിനോദമുണ്ട്, അതും പാടില്ല. ഇതൊക്കെ ഒന്നുകൂടി ഓർപ്പിക്കുന്നു. നിങ്ങൾ ഈ ഇടയ്ക്ക് കാലത്ത് ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ കാണാനുള്ളൊരു അവസരം ഉണ്ടായി. ഞാനതിനെ എതിർത്ത് പറയുന്നു. അവർ പറയുന്നു, നിങ്ങൾ പാമ്പ് കടിയേറ്റാൽ വീട്ടിലിരിക്കുക, ആംബുലൻസ് ഒന്ന് കൊണ്ടുപോകും. എങ്ങോട്ടാണ് കൊണ്ടുപോകണത്? മോർച്ചറിയിലേക്കോ, അത് അടക്കാനായിട്ട് ശ്മശാനത്തിലേക്കോ, അതേ പള്ളി സെമിത്തേരിയിലേക്കോ, അതേ കബറടത്തിലേക്കോ? ശുദ്ധ മണ്ടത്തരാണ്. ഒരു കാരണവശാലും പാമ്പ് കടിയേറ്റാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ആംബുലൻസിനെ കാത്തിരിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും അടുത്തുള്ള ആൻറ്റിവെനമുള്ള ഹോസ്പിറ്റലിലെ പേര് പ്രദർശിപ്പിക്കുക. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ആംബുലൻസ് നോക്കിയിരിക്കരുത്, കിട്ടുന്ന വാഹനത്തിൽ ആൻറ്റിവെനം ചെയ്യാൻ കഴിയുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ജിഞ്ചർ മീഡിയയിലെ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ റെസിഡൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ക്ലബ്ബുകളായിക്കോട്ടെ, ലയൺസ് ക്ലബ്ബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റോട്ടറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനകൾ ഒരുപാട്, ഇപ്പോൾ അറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പോഷക സംഘടനകൾ ഒരുപാട്.
അതുപോലെ നിങ്ങൾ ബസ് സ്റ്റോപ്പുകളിൽ, സ്കൂളുകളിൽ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ജില്ലയിൽ എവിടെയാണോ ആൻറ്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റൽ, ആൻറ്റിവെനം മാത്രം പോരാ, അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഹോസ്പിറ്റലിൻ്റെ പേര് പ്രദർശിപ്പിക്കുക. അപ്പം നിങ്ങൾ പെട്ടെന്ന് ഒരാളിനൊരു അപകടം പോണ വഴിക്കെങ്കിലും അവർ അതിനടുത്ത് കാണുന്നത് പെട്ടെന്ന് അവർ നോക്കിയിട്ട് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഒരിക്കലും ആംബുലൻസിൻ്റെ നമ്പറല്ല നിങ്ങൾ കരുതി വെക്കേണ്ടത്. ആൻറ്റിവെനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലിൻ്റെ പേര് കൃത്യമായിട്ട് എഴുതി നിങ്ങൾ പ്രദർശിപ്പിക്കണം. അതുപോലെ കൃത്യ അവയർനെസ് എന്ന് പറയും. നമ്മൾ ഒരു ഞാറ് നട്ടു, അത് പതിരായതിനു ശേഷം നമ്മൾ വളം വെച്ചിട്ട് കാര്യമുണ്ട്, മൂട്ടിലേ വെക്കണ്ടേ, നടുമ്പോൾ തന്നെ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് പാഠ്യ പദ്ധതികളിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഒരു 5ാം ക്ലാസ് മുതൽ മേപ്പോട്ട്, മറ്റേ കുട്ടികൾ നമുക്ക് വിടാം, കുട്ടികൾ കൊച്ചു കുട്ടികൾ ഒരു 5ലോ 4ലോ ഉള്ള കുട്ടികൾ മുതൽ മേപ്പോട്ട് ഒരു 7ാം ക്ലാസ് വരെയുള്ള പാഠ്യ പദ്ധതികളിൽ പാമ്പുകളെക്കുറിച്ച്, വനമുള്ള പാമ്പ്, വനമില്ലാത്ത പാമ്പ്, കടിച്ചാൽ എഫക്റ്റ് ഇല്ലാത്ത വനമുള്ള പാമ്പുകൾ, അതുപോലെ വനത്തിനെ കൊണ്ടുണ്ടാകുന്ന ഉപയോഗങ്ങൾ, ഇതിൻ്റെ മെഡിസിൻ, ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ഇതൊരു കുതിരയുടെ ശരീരത്തിൽ കുത്തിവെച്ചിട്ടാണ് ആൻറ്റിവെനം ഡെവലപ്പ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിൽ എത്ര ശതമാനം പ്രോട്ടീൻ ഉണ്ട്, ഏറ്റവും നല്ല പ്രോട്ടീൻ ഏതൊക്കെയാണ്, ഇതിൽ എന്തൊക്കെ മരുന്ന് കണ്ടെത്തിയിരിക്കുന്നു, ഇതെല്ലാം ഇപ്പോൾ നമുക്കറിയാം. എത്ര പേർക്കറിയാം നമുക്ക് പാമ്പിൻ്റെ വനത്തിൽ നിന്ന് ക്യാൻസറിൻ്റെ വേദന സംഹാരി, ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഹാർട്ടിനകത്ത് രക്തം കട്ട പിടിച്ച് അലിയിപ്പിക്കുന്ന മരുന്ന്, തലയ്ക്ക് നമ്മുടെ തലച്ചോറിനകത്ത് രക്തം കട്ട പിടിച്ച് അലിയിപ്പിക്കുന്ന മരുന്ന്, പാമ്പ് കടിയേറ്റാൽ കൊടുക്കുന്ന മരുന്ന്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇതില്ല എങ്കിൽ നമുക്ക് ഒന്നും കണ്ടെത്താൻ കഴിയില്ല. അതിലുപരി ഇതൊരു ഏറ്റവും വലിയൊരു അവയർനെസ്സേമാണ്. കാരണം ഇത് ഞാൻ ഇത്രയും സാവകാശം എടുത്ത് ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തുമ്പം ഭൂമിക്ക് മേലെ ഏറ്റവും നല്ല പ്രോട്ടീൻ, ഏറ്റവും പ്യുവറായിട്ടുള്ള പ്രോട്ടീൻ ഏതാണെന്നൊരു PSC ചോദിച്ചാൽ നമ്മൾ കുട്ടികൾക്ക് പറയാൻ കഴിയുമോ? 95% പ്രോട്ടീൻ അടങ്ങുന്നതാണ് പാമ്പ്, സ്നേക്ക് വെനം. അതിനേക്കാളും അപ്പുറത്തോട്ട് ഒരു സാധനം ഭൂമിക്ക് വേണ്ടില്ല. പുറത്തേക്ക് മീൻസ് പാമ്പുകൾ ഇറങ്ങുന്നതിൻ്റെ പ്രധാന കാരണം ക്യാച്ച് ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ളത് മാത്രമായിരിക്കില്ലല്ലോ. ഇല്ല, ഇപ്പോൾ തുറന്നു വിടുന്ന എവിടെയാ കണക്കുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്നെ ഇപ്പം എവിടെ കൊണ്ടുപോയി വിടുന്നു എന്നുള്ളതാണ്. വനം വകുപ്പ് ചെയ്യുന്നതിൽ പിടിക്കുന്നവർ കാട്ടി വിടുന്നു, അത് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ബാക്കി ആൾക്കാരറിയാത്ത കുറേ ക്യാച്ചർമാർ ഒരുപാടുണ്ട്. അവർ ട്രെയിനിങ് നേടുന്നു, പോകുന്നു, പിന്നെ വനം വകുപ്പോട്ടൊരു ബന്ധമില്ല. ഇവർ ആരാണ് എന്താണെന്ന് അറിയില്ല. ഒരു വീട്ടിൽ ചെന്ന് വാങ്ങിപ്പിക്കുന്നു 2000, 3000, 4000 രൂപ വാങ്ങും. അപ്പോൾ ഒരുപാട് കണക്കുകൾ, ഒരുപാട് പേരുടെ റിലീസ് ഉണ്ട്. എന്നിട്ട് പോണ വഴിക്ക് എവിടെയെങ്കിലും റിലീസ് ചെയ്യും. അപ്പോൾ ഞാൻ റിലീസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചേര, എന്നിട്ട് കാട്ടിക്കൊണ്ടല്ല, നീർക്കോലി കാട്ടിക്കൊണ്ടല്ല, കാട്ടുപാമ്പ് കാട്ടിക്കൊണ്ടല്ല, ചുവർപ്പാമ്പ്, വില്ലൂന്നി, ഈ വനമില്ലാത്ത ഒന്നിനെയും കാട്ടി വിടേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ വനമുള്ള പാമ്പിനെ തുറന്നു വിടാറുണ്ട്. എവിടെയാണെന്ന് അറിയാം. ഇപ്പം നമ്മളൊരു വീട്ടിൽ പാമ്പിനെ പിടിക്കാൻ പോയി, എന്തെങ്കിലും അപകടപ്പെട്ടു, മരണപ്പെടും, 1-2 മണിക്കൂറിനകത്ത് മരണപ്പെടും. അങ്ങനെ എവിടെയെങ്കിലും അങ്ങ് കായലിൻ്റെയോ അങ്ങനെ തീരത്ത് എവിടെയെങ്കിലും. കാരണം വെച്ചാൽ ഇതിനെ ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അവിടെ ഇരുന്ന് മരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ചിലപ്പോൾ എന്നും വീട്ടിൽ വരുന്ന ഒരാളല്ല. അപ്പോൾ ഇവിടെ ഇരുന്ന് മരിച്ചത് നാറും. അപ്പോൾ അത് പരാതിയാവും. ഇപ്പം ഞാൻ താമസിക്കുന്ന ലോഡ്ജിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പം മണ്ണെണ്ണ ഒരു വർഷത്തിൽ എങ്ങനെ ഒരു 200 എണ്ണമെങ്കിലും മരിക്കാറുണ്ട് എൻ്റെ കയ്യിൽ. കാരണം മണ്ണെണ്ണ ഒഴിച്ച് ഒരുപാട് ആൾക്കാർക്ക് മണ്ണെണ്ണ പാമ്പ് വരാതിരിക്കുക ഒഴിക്കാൻ പറയും. ആളുകൾ പാമ്പിൻ്റെ ദേഹത്താണ് ഒഴിക്കുന്നത്. പാമ്പിൻ്റെ ദേഹത്ത്, ഇപ്പം നമ്മുടെ ദേഹത്ത് നിങ്ങൾ എന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, നാളെ വീട്ടിൽ പോയിട്ട് ഇന്ന് വൈകിട്ട് വീട്ടിൽ ഇവിടെ ഒരു സ്കിന്നിൽ തൊലി കയ്യിൽ എവിടെയെങ്കിലും ഒരു ഡ്രോപ്പ് കെറോസിൻ വെക്കുക, നാളെ അവിടെ സ്ഥലത്ത് വെക്കുക, എന്നിട്ടൊന്ന് നോക്കുക, അവിടെ മൊത്തം ഡ്രൈ ആയിരിക്കും. നമ്മുടെ ശരീരത്തിൽ പോലെ അത് എഫക്റ്റ് ആവും. അപ്പോൾ കോൾഡ് ബ്ലഡ് ആയ പാമ്പുകളുടെ കെരാറ്റിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സ്കിന്നിൽ അടങ്ങിയിരിക്കുന്ന ജീവിയുടെ ശരീരത്തിൽ എന്തായിരിക്കും അവസ്ഥ? കെരാറ്റിൻ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. തലമുടി വളരണമെങ്കിൽ കെരാറ്റിൻ വേണം, നഖത്തിൻ്റെ അതെല്ലാം അതൊക്കെ ശരി. പക്ഷേ പാമ്പുകൾ കോൾഡ് ബ്ലഡാണ്. അപ്പോൾ അതിൻ്റെ ദേഹത്തിന് പൊള്ളിപ്പോകും, മരിച്ചു വന്നു. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നതിന് ഞാൻ ഈ 4-5 ദിവസങ്ങൾക്ക് മുന്നേ എടുത്ത് വിളിച്ച് വന്ന് ഓടി വരാമ്പോൾ ഞാൻ രാത്രി 4-5 ഓടിച്ചെന്നു. ചെന്നപ്പോൾ ഒരു 5 ലിറ്റർ ഡീസലുണ്ടായിരുന്നു. ഈ 5 ലിറ്റർ മാളത്തിൽ ഒഴിച്ചു. ഞാൻ നോക്കിയ മാളത്തിനകത്ത് പാമ്പ് നല്ല ചുറ്റി ഇരിപ്പുണ്ട്, പക്ഷേ വെട്ടിത്തോണ്ടെടുത്തപ്പോൾ അനക്കമില്ലെന്നുള്ളത് മാത്രം, മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. പോട്ടെ, അതൊക്കെ നമുക്ക് ഇല്ല, ഞാനത് എൻ്റെ സംശയം ചോദിക്കാൻ